മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയുമാണെങ്കിൽ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം കണ്ണനാണെങ്കിൽ മഹീനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നോക്കുകയാണ്. എന്നിട്ട് കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മഹി, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കണ്ണൻ. എന്നിട്ട് കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, ഈ വിവരം ഇനി കരുണ അറിയുകയാണെങ്കിൽ അവൾക്ക് ആകെ വിഷമാവും, അവൾ ആകെ പ്രശ്നമുണ്ടാക്കുമെന്നെല്ലാം കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തൽക്കാലം ഈ വിവരം നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ, അത് നമുക്ക് മറച്ചു പിടിക്കുക തന്നെ ചെയ്യാമെന്ന് മഹിയോടായിട്ട് കണ്ണൻ പറയുന്നു. ഉണ്ണിയും കരുണയുമായിട്ടുള്ള വിവാഹബന്ധം അവർ വേർപെടുത്തുമോ എന്ന് എനിക്ക് പേടിയുണ്ട് കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അത് അവരുടെ കാര്യങ്ങളല്ലേ, അവർ തന്നെ എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിച്ചോളും, നമ്മൾ ഇനി ആരുടെ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല, ഇത്രയും നാളും നമ്മൾ ഇടപെട്ടിട്ടും നമുക്കൊരു നല്ലത് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകാമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട് കണ്ണേട്ട എന്ന് പറയുമ്പോഴും കണ്ണൻ പറയുന്നുണ്ട്, തനിക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരുമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഈ ഒരു ആഗ്രഹം മാത്രം കണ്ണേട്ടന് സാധിച്ചു തരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആ അമ്മയെ കാണുന്ന കാര്യമാണ്. എനിക്ക് ഈ വിശേഷ വാർത്ത കേട്ടയുടനെ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖം ആ അമ്മയുടേതാണ്. ആ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കണ്ണേട്ട, അതുകൊണ്ട് എനിക്ക് ആ അമ്മയെ ഒന്ന് കാണണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് മഹി. പിന്നീട് അമ്പലത്തിലെത്തുന്ന മഹിയാണെങ്കിൽ കണ്ണനും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാകണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയെ അവിടെ തിരയുന്നുണ്ട് മഹി. അങ്ങനെ ആ അമ്മയെ അവിടെ വെച്ച് തന്നെ മഹി കണ്ടുമുട്ടുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്ന മഹിയാണെങ്കിൽ അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ ഇതെല്ലാം ഇത്ര നന്നായിട്ട് തന്നെ പ്രവചിക്കാൻ കഴിയുന്നു? അമ്മ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു കാര്യവും അങ്ങനെ തന്നെയാണ് നടന്നതെന്നല്ല അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും പൊരുൾ മോൾ അറിയണ്ട, അതൊക്കെ ഒരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നല്ല അമ്മ പറയുകയാണ്. പിന്നീട് അമ്മയോടായിട്ട് മഹി ചോദിക്കുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട് അമ്മേ, അതുകൂടെ അമ്മ എനിക്ക് വ്യക്തമാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അന്ന് കണ്ണേട്ടനെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് കണ്ണേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹം കൊടുത്തത് അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മഹി. എന്നിട്ട് ആ വിഗ്രഹം തന്നെയാണോ ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് ചേർന്നിരിക്കുന്നതെന്നെല്ലാം അമ്മയോടായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ മഹി ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതെല്ലാം ഒരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ മോളെ എന്നെല്ലാം അമ്മയാണെങ്കിൽ മഹിയോട് പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ആശ്ചര്യപ്പെട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, മോൾക്ക് സുഖപ്രസവം തന്നെ നടക്കും, പക്ഷേ ആ കുഞ്ഞിൻ്റെ ജനനം ഒരു കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും എന്നെല്ലാം പറയുമ്പോഴേക്കും മഹിയാണെങ്കിൽ ആകെ ഭയപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നീട് കണ്ണൻ്റെയും മഹിയുടെയും വിവാഹ വാർഷികം നടത്തുന്നതിന് വേണ്ടി അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ് കണ്ണനും മഹിയും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കുന്നുണ്ട് അനന്തുവും ലേഖയും. പിന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ വിവാഹ വാർഷികം അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസ് ആണെങ്കിൽ നമ്മുടെ അനന്തു എടുക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമെല്ലാം നടത്തി അവരാണെങ്കിൽ സന്തോഷപൂർവ്വം തന്നെ അവിടെ നിന്ന് പിരിയുകയാണ്. ഈ ഫോട്ടോസ് എല്ലാം തന്നെ മഞ്ജു ആണെങ്കിൽ കരുണയുടെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ആകെ അസ്വസ്ഥതയാകുകയാണ് കരുണ. തനിക്കുമുണ്ടൊരു ഭർത്താവ്, തൻ്റെ ഭർത്താവിനെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കരുണയുടെ അടുത്തോട്ട് മുത്തശ്ശി വരികയാണ്. അങ്ങനെ മുത്തശ്ശിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, ഇത് കണ്ടോ മുത്തശ്ശി, അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോസ് എല്ലാം എനിക്ക് കാണാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ആ മഞ്ജു എനിക്ക് അയച്ചു തന്നിരിക്കുകയാണെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോളിപ്പോൾ ബന്ധം പിരിഞ്ഞു വന്നിരിക്കുന്നത് പോലെ ഇരിക്കുകയല്ലേ, അപ്പോൾ എല്ലാ തരത്തിലും മോളൊന്ന് വേദനിച്ചോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ആ മഹി തന്നെയായിരിക്കും അവളോട് ഈ ഫോട്ടോസൊക്കെ നിൻ്റെ ഫോണിലോട്ട് അയച്ചു തരാൻ പറഞ്ഞത് എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ എന്തിനു കൊള്ളാം, ഒരിക്കലും എൻ്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അയാളുമായിട്ടുള്ള ഇനി ജീവിതം എനിക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല മുത്തശ്ശി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ബന്ധം വേർപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കണമെന്ന് കരുണ മുത്തശ്ശിയോടായിട്ട് പറയുന്നത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.